കണ്ണൂർ നഗരത്തിൽ ഫുട്പാത്തിലൂടെ നടന്നു പോകുകയായിരുന്ന സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമം. എതിർ സംസ്ഥാനക്കാരനായ അക്രമിയെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് എത്തി ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇയാൾക്ക് മാനസിക വിഭ്രാന്തിയുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി ആവശ്യമെന്നും പരാതി നൽകുമെന്നും അക്രമത്തിനിരയായ സ്ത്രീ പറഞ്ഞു. സംഭവിച്ചത് ഞാൻ സൈഡിലേക്ക് കൂടി നടന്നു വരുന്നതായിരുന്നു. അപ്പോൾ വാഹനം വരുന്നതുകൊണ്ട് ഫുട്പാത്ത് കണ്ടുകൊണ്ട് ഞാൻ ഫുട്പാത്തിലേക്ക് കയറി. അപ്പോൾ ഇയാളിവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ താഴെ ഇറങ്ങി വന്നിട്ട് ഓടി കയ്യാണ് പിടിച്ച് വലിക്കുന്നത്. എൻ്റെ പയ്യൻ്റെ ഓടി വന്നിട്ട് എല്ലാവരും അപ്പാടെ ഓടി വന്ന ആൾക്കാർ പിടിച്ച് എന്നിട്ട് അവരടിച്ചെന്ന് തോന്നും. കുറേ ആൾക്കാർ അടിച്ചില്ലേ അവർ. പരാതി കൊടുക്കണം. ഇനി ഇതുപോലത്തെ സംഭവം ഇനി ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇനി എത്ര ആൾക്കാർ റോഡിലേക്ക് കൂടി വരുന്നതല്ലേ. നിഖിൽ അളവൂർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. നിഖിൽ, ഇതെപ്പോഴായിരുന്നു ഈ സംഭവം? ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടോ എന്ന സംശയത്തിലാണോ? ഇയാളെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? അരുൺ, ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ഒരു 12:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കണ്ണൂർ തെക്കി ബസാറിലുള്ള ഫുട്പാത്തിൽ ഇയാൾ ഇരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഈ പരാതിക്കാരിയായ കക്കാട് സ്വദേശി ഇതുവഴി നടന്നു പോകുന്നത്. ഇവർ നടന്നു പോകുമ്പോൾ ഇയാൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയായിരുന്നു. ആദ്യം ഇതെന്താണ് എന്ന് മനസ്സിലായില്ല. അത് കാരണം ഇവരുടെ കയ്യിലൊരു സ്വർണത്തിൻ്റെ വളയുണ്ടായിരുന്നു. അത് മോഷ്ടിക്കാനുള്ള ശ്രമമാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവർക്ക് വ്യക്തമായിരുന്നില്ല. പക്ഷേ ഈ ഒരു അതിക്രമം കണ്ടതോടുകൂടി നാട്ടുകാർ ഇയാളെ പെട്ടെന്ന് തന്നെ പിടികൂടുകയായിരുന്നു. ഈ പിടികൂടിയ നാട്ടുകാർക്കെതിരെയും ഇയാളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായി. ഇയാൾ കുതറി ഓടാനൊക്കെ ശ്രമിച്ചപ്പോൾ പിടിച്ചു വെച്ച നാട്ടുകാരിൽ ചിലരുടെ കയ്യിൽ കടിക്കാനും മറ്റും ശ്രമമുണ്ടായതോടുകൂടിയാണ് ആളുകൾ ഒരു തുണി ഉപയോഗിച്ച് ഇയാളുടെ കൈകൾ കൂട്ടിക്കെട്ടുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് ടൗൺ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഇയാളെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. കാരണം ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടാണോ ഇത്തരത്തിൽ പെരുമാറുന്നത്, അതോ മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് പോലീസ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി മറ്റ് പരിശോധനകൾ നടത്താമെന്ന് തീരുമാനിച്ചത്. ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ ഇയാൾ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ തെരുവിൽ ഒരു ലോറി തടയുകയും അവിടെ നിന്ന് നാട്ടുകാർ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തതാണ്. പിന്നീട് ഈ സംഭവം നടന്ന തെക്കി ബസാറിലേക്ക് തന്നെ എത്തി ഒരു സ്വകാര്യ ബസ്സിൻ്റെ മുകളിൽ കയറിയിരുന്ന് അവിടെയും ഇയാൾ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മാത്രമല്ല ഈ നഗരത്തിൽ പാറക്കണ്ടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ പരസ്യ മദ്യപാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇയാൾ ഇടപെട്ടിട്ടുണ്ട് എന്ന തരത്തിൽ നേരത്തെയുള്ള ചില വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വന്നവ. അവയിലെല്ലാം തന്നെ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതുകൂടിയാണ് നാട്ടുകാർ ഇപ്പോൾ ഇയാളെ ഇന്ന് കണ്ടപ്പോൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾ ലഹരിക്ക് അടിമയായി അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നയാളാണ് എന്ന സംശയമാണ് കൂടുതൽ ബലപ്പെടുന്നത്. പക്ഷേ പോലീസ് സ്വാഭാവികമായും ഇയാൾക്ക് മാനസികമായുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ആശുപത്രിയിൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ. യെസ്, നിഖിൽ അളവൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.